നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ തകർത്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാർക്ക് നൈറ്റ് ലഹരി ശൃംഖലയായ കെറ്റാമെലോണിന്റെ മുഖ്യ സൂത്രധാരനായ മൂവാറ്റുപുഴ സ്വദേശി എഡിസനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്ത്. നിലവിൽ റിമാൻഡിലായ ഇയാളെ NCB കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും. ഇയാളുടെ പ്രധാന സഹായിയായ IT വിദഗ്ധനായുള്ള തിരച്ചിൽ ഊർജിതമാണ്. എഡിസന്റെ 5 സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. ബംഗളൂരുവിലും മുംബൈയിലുമാണ് എഡിസൺ താമസിച്ചിരുന്നതെന്നും നാട്ടിൽ ആരുമായും സൗഹൃദമില്ലെന്നും നാട്ടുകാർ പറയുന്നു. മൂവാറ്റുപുഴ നഗരത്തിൽ തന്നെയാണ് എഡിസന്റെ വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിന്റെ മുൻവശത്തായി 2 നില കെട്ടിടത്തിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. ഈ കെട്ടിടം വാടകയ്ക്ക് നൽകുമോ എന്ന് ചോദിച്ചാണ് NCB സംഘം ഇവിടെ എത്തുന്നത്. പിന്നീട് ദിവസങ്ങളോളം നിരീക്ഷിച്ചാണ് എഡിസണിനെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. മാസങ്ങളായി ഇയാൾ നാട്ടിലുണ്ടെന്നും പറയപ്പെടുന്നു. എഡിസണിന്റെ സഹോദരനും കുടുംബവുമാണ് വീട്ടിൽ താമസിക്കുന്നതെന്നാണ് സൂചന. വിവരം പുറത്തു വന്നതിന് പിന്നാലെ ഇയാളും കുടുംബവും വീട് പൂട്ടി മുങ്ങുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് എഡിസണിനെ NCB കസ്റ്റഡിയിലെടുത്തത്. ബംഗളൂരു കേന്ദ്രീകരിച്ചാണ് എഡിസണിന്റെ പ്രവർത്തനം. ആഗോള ലഹരി ശൃംഖലയായ UK-യിലെ ഡോക്ടർ സീസസസ് ഗ്രൂപ്പുമായി ഇയാൾക്ക് ബന്ധമുണ്ടെന്ന് NCB വ്യക്തമാക്കി. കെറ്റാമെലോൺ ശൃംഖല തകർത്തതായും NCB കൊച്ചി യൂണിറ്റ് അറിയിച്ചു. കഴിഞ്ഞ മാസം കൊച്ചിയിൽ തപാൽ വഴി എത്തിയ ലഹരി പാഴ്സൽ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് ഡാർക്ക് നെറ്റിൽ എത്തിയത്. ഓപ്പറേഷൻ മെലൺ എന്ന പേരിലാണ് കൊച്ചി NCB യൂണിറ്റിന്റെ ദൗത്യം. കഴിഞ്ഞ ദിവസമാണ് എഡിസണിനെ NCB കസ്റ്റഡിയിൽ എടുത്തത്. ഇയാളുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. ബംഗളൂരു കേന്ദ്രീകരിച്ചാണ് എഡിസണിന്റെ പ്രവർത്തനം. ഡിജിറ്റൽ അധോലോകമാണ് ഡാർക്ക് നെറ്റ് എന്നറിയപ്പെടുന്നത്. ഇതിലേറ്റവും വലിയ ശൃംഖലയാണ് കെറ്റാമെലോൺ. രാജ്യത്തെ വൻ നഗരങ്ങളിലേക്കും ചെറു പട്ടണങ്ങളിലേക്കും മാരക രാസലഹരി ഒഴുകിയത് ഇതിലൂടെയാണ്. കഴിഞ്ഞ മാസം കൊച്ചിയിലെത്തി 260 LSD ബ്ലോട്ടുകളിലെ മൂവാറ്റുപുഴ മേൽവിലാസം കേന്ദ്രീകരിച്ചാണ് അന്വേഷണത്തിന്റെ തുടക്കം. തുടർന്ന് എഡിസണിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 260 LSD ബ്ലോട്ടുകളും മാരക രാസലഹരിയായ 160 ഗ്രാം കെറ്റമൈനും പിടിച്ചെടുത്തു. എഡിസന്റെ ലാപ്ടോപ്പിൽ നിന്നാണ് കെറ്റാമെലോൺ ഡാർക്ക് നെറ്റിനെ കുറിച്ച് കൂടുതൽ വിവരം NCBക്ക് ലഭിക്കുന്നത്. ആക്സസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ലെവൽ 4 വിഭാഗത്തിൽപ്പെടുന്ന ഡാർക്ക് നെറ്റ് ശൃംഖലയാണ് കെറ്റാമെലോൺ. കോഡ് ഭാഷയിലാണ് ഇവിടെ ലഹരി ഇടപാട് നടന്നത്. കോഡുകളുടെ ക്രിപ്റ്റോ കറൻസി ഇതിലൂടെ ഒഴുകിയെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ആഗോള ലഹരി ശൃംഖലയായ UK-യിലെ ഡോക്ടർ സീസസസ് ഗ്രൂപ്പിൽ നിന്നാണ് എഡിസൺ പാഴ്സലായി ലഹരി വാങ്ങിയിരുന്നത്. കഴിഞ്ഞ 14 മാസത്തിനിടെ 600 പാഴ്സലുകളാണ് ഇവിടെ നിന്നും എഡിസണിന് ലഭിച്ചത്.